ശിരൂരിൽ 7ാം ദിവസത്തെ തെരച്ചിലും ലക്ഷ്യം കണ്ടില്ല. റഡാർ സിഗ്നൽ ലഭിച്ച ഒരിടത്തും ലോറി കണ്ടെത്താനായില്ല. കരയിൽ എവിടെയും ലോറിയില്ലെന്ന് സൈന്യം അറിയിച്ചു. അർജുന് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കരയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടില്ലെന്ന് കേരളത്തിൽ നിന്ന് പോയ ദൗത്യസംഘാംഗം രഞ്ജിത്ത് ഇസ്രായേൽ പറയുകയും ചെയ്തു. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഇന്നും ഉയർന്നിട്ടുണ്ട്. പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിലേക്ക് നാളെ ദൗത്യസംഘാംഗങ്ങൾ കടക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇന്നത്തെ തെരച്ചിലിന്റെ സമഗ്ര വിവരങ്ങളുമായി എം സന്തോഷ്. അസിത, പ്രതീക്ഷയുടെ മറ്റൊരു പകൽ കൂടിയാണ് അസ്തമിച്ചത്. ഇന്നത്തെ ഒരു തിരച്ചിലിൽ വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കാരണം സൈന്യം പൂർണ്ണ തോതിൽ സജ്ജമായിക്കൊണ്ട് ഇന്ന് തിരച്ചിൽ നടത്താൻ ആരംഭിച്ചിരുന്നു രാവിലെ തന്നെ. അതിനൊപ്പം തന്നെയാണ് ഈ ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ, റഡാറും അതോടൊപ്പം തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആരംഭിച്ചത്. ഈ തിരച്ചിൽ ആരംഭിച്ച് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ ലോഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. മെറ്റൽ ഡിറ്റക്ടറിൽ ഏതാണ്ട് 8 മീറ്റർ താഴെ മണ്ണിനടിയിൽ ലോഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയത് വളരെ പ്രതീക്ഷക്കാണ് വക നൽകിയിരുന്നത്. അവിടെ പിന്നീട് ആഴത്തിൽ മണ്ണെടുത്ത് 8 മീറ്റർ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തി. അതോടൊപ്പം തന്നെ 3 സ്ഥലങ്ങളിൽ സമാനമായ രീതിയിലുള്ള ലോഹത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. 2 എണ്ണം ഈ മണ്ണ് ഇടിഞ്ഞ ഭാഗത്ത് 2 സ്ഥലത്തും, ഒന്ന് നദിയോട് ചേർന്നുള്ള സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തുമാണ് ലോഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ഈ 3 സ്ഥലത്തും ആഴത്തിൽ മണ്ണ് മാറ്റി പരിശോധന നടത്തിയെങ്കിലും അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വലിയ നിരാശയാണ് വൈകുന്നേരമാകുമ്പോഴേക്കും ഉണ്ടായത്. കാരണം അവിടെ മറ്റൊരു തരത്തിലുള്ള ലോഹത്തിൻ്റെ സാന്നിധ്യവും കണ്ടെത്താൻ കഴിയാത്തത് വലിയ നിരാശയ്ക്ക് ഇടയാക്കി. ഏതായാലും ഇപ്പോൾ കർണാടക സർക്കാരും ജില്ലാ ഭരണകൂടവും എല്ലാം പറയുന്നത് ഈ മണ്ണ് ഇടിഞ്ഞ ഭാഗത്ത് ലോറിയില്ല എന്നുള്ളത് തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. അവിടെ അതിനുള്ള ഒരു സാധ്യതയേ ഇല്ല എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. സൈന്യവും അക്കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മണ്ണ് വീണ ഭാഗത്ത് ലോറി ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞത് അവിടെ ലോറിയുടെ ഒരു സാന്നിധ്യവുമില്ല, മണ്ണെടുപ്പ് പൂർണ്ണമായും തന്നെ അവസാനിച്ചിട്ടുണ്ട്, ഈ ലോറി നദിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇനി ഗംഗാവാലി നദിയിൽ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ സജ്ജീകരണങ്ങളോടുകൂടി, കൂടുതൽ ഉപകരണങ്ങളോടുകൂടി ഗംഗാവാലി നദിയിൽ തിരച്ചിൽ ആരംഭിക്കും. അടുത്ത ദിവസം തിരച്ചിൽ തുടരും. ഇപ്പോൾ നേവി തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റിയുള്ള തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് കാർവാർ MLA വ്യക്തമാക്കിയത്. From fourth day, as per the direction of this Arjun's brother or co-brother or relative, he told that we will search land side, that means mountain side, the depth of the 10-meter radar. And he has also tried, he is also not succeeded. Tomorrow I am bringing this thing, Hitachi, which is having 60 feet of boom. 60 feet means 20 meter. From the river head bank, we will try to the river for 60 feet, 20 meter inside. And we will try any truck is there or our 3 people are there. അതേസമയത്ത് ഇന്ന് കേരളത്തിൽ നിന്നുള്ള ദൗത്യസംഘം അവരെ ഈ കർണാടക പോലീസ് അവരോട് പ്രകോപനപരമായി പെരുമാറുന്ന ഒരു വിഷയം കൂടി ഉണ്ടായി. കേരളത്തിൽ നിന്നും എത്തിയവരെല്ലാം തന്നെ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകണം എന്നാണ് കർണാടക പോലീസ് ആവശ്യപ്പെട്ടത്. കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകൻ ആയിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേലിന് നേരെ കയ്യേറ്റ ശ്രമം ഉൾപ്പെടെ ഉണ്ടായി. പിന്നീട് ഈ 25 കേരളത്തിൽ നിന്നുള്ള ദൗത്യസംഘങ്ങളെ അവിടെ തുടരാൻ അനുവദിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. കാർവാർ MLA ഉൾപ്പെടെ ഇടപെട്ടതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനവും അവരെ അവിടെ തുടരാൻ അനുവദിക്കുകയും ചെയ്തത്. ഏതായാലും വൈകുന്നേരം 7 മണിയോടുകൂടി തിരച്ചിൽ പൂർത്തിയാക്കി. ഇന്നത്തെ തിരച്ചിൽ പൂർത്തിയാക്കിയതിന് ശേഷവും രഞ്ജിത്ത് ഇസ്രായേൽ, കേരളത്തിലെ ദൗത്യസംഘാംഗമായ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞത് ഇനിയും അവിടെ മണ്ണ് മാറ്റാനുണ്ട്, കൂടുതൽ മണ്ണ് മാറ്റാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെയുള്ള മണ്ണ് മാറ്റണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ ഈ റഡാർ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും അത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് അല്ല
രഞ്ജിത്ത് പറഞ്ഞത് അത് കാര്യക്ഷമമായിരുന്നില്ല, മിലിറ്ററിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായിരുന്നു വരേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി തുടരണം എന്നാണ് രഞ്ജിത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കി NDRF വാട്ടർ യൂണിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സംശയം തോന്നിയ ഒരു ഇടയ്ക്ക് സംശയം തോന്നിയിരുന്നു. ആ സംശയം തോന്നിയ സമയത്ത് ഇടയ്ക്ക് NDRF സീ വാട്ടർ തന്നെ വാട്ടർ ബോട്ടിൽ പോയി ആ ഒരു മെറ്റൽ ഐഡന്റിഫൈ മെറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ അതല്ല അത് കാരണം ഒരു വുഡ് പാർട്ട് മാത്രമാണ്. ഏതായാലും ഇനി തീർച്ചയായും നദി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗംഗാവാലി നദി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഉണ്ടാവുക. അവിടെ ഈ റോഡിനോടും നദിയുടെയും ഇടയിലായി മണ്ണ് അടിഞ്ഞുകൂടിയ ഭാഗമുണ്ട്. അവിടെയുള്ള മണ്ണ് മാറ്റേണ്ടതുണ്ട്. പിന്നീട് ഈ നദിയിൽ വലിയ മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അത് മാറ്റിയുള്ള പരിശോധന വളരെ ായിരിക്കും. അത് ദുഷ്കരമായിരിക്കും. കാരണം നല്ല അടിയൊഴുക്കുള്ള നദിയാണ് ഈ ഗംഗാവാലി നദി. അതോടൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയുണ്ട്. ഇവിടെ റെയിൽപാളം കടന്നു പോകുന്ന പാലമുണ്ട്. അതുകൊണ്ട് മണ്ണ് ആഴത്തിൽ മാറ്റുക എന്നതിന് ഒരുപാട് തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള തടസ്സങ്ങൾ മറികടന്നുകൊണ്ട് മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നേരത്തെ ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ നൽകുകയും ചെയ്യുന്നത്. ഏതായാലും ഇനി നദി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അസിത.